കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തകർപ്പൻ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ പഴംപൊരിയല്ല, സ്പെഷ്യൽ ടേസ്റ്റുള്ള പഴംപൊരി. പഴം സെലക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊരു അല്പം പച്ച കളറുള്ളത് നോക്കിയെടുക്കണം. അതായത് ഓവറായിട്ട് പഴുത്തതും ആവരുത്, അത്രയ്ക്ക് പഴുക്കാത്തതും ആവരുത്. ഇത്രയ്ക്കുള്ളൊരു നീളത്തിലുള്ള പഴം തന്നെ സെലക്ട് ചെയ്യായിരിക്കും കേട്ടോ നല്ലത്. എന്നിട്ട് അതൊരു 3 പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം പഞ്ചസാര തൂവി കൊടുക്കണം. എന്തെന്നാൽ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഞാനത് വഴിയെ പറഞ്ഞു തരാം. എന്നിട്ട് ഇതൊന്നും മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത ശേഷം നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദമാവും, 3/4 കപ്പ് അളവിൽ കടലമാവും കൂടി ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിമാവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊരു കളറിങ്ങിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. പ്രത്യേകിച്ച് അതിനൊരു ദുസ്വാദൊന്നും ഉണ്ടാവില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പൊടി ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം. എന്നിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ആദ്യം കുഴച്ചെടുക്കുക. വീണ്ടും വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള കട്ടിയിലേക്ക് ഇത് മാവാക്കിയെടുക്കാം. ഏകദേശം ഈ ഒരു തിക്നെസ്സിലേക്ക് സെറ്റാക്കി വയ്ക്കുക. ഇതൊരു 10 മിനിറ്റിലെങ്കിലും മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോഴേക്കും നല്ല ക്രിസ്പിയും സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാവും. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മളിതാ ഈ പഴക്കഷ്ണങ്ങളിൽ പെരണ്ടിരിക്കുന്ന പഞ്ചസാര തരി ഈ മാവിലേക്ക് അലിഞ്ഞധികം പോവാത്ത രീതിയിൽ ശ്രദ്ധിച്ച് മുക്കിയിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴംപൊരി കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ പഞ്ചസാര മെൽറ്റായിട്ടുണ്ടാവും ഇതിനുള്ളിൽ. അപ്പോഴത്തേക്കും നമുക്ക് നല്ല ഒരു തേൻ ഉള്ളിൽ ചെറിയതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നല്ലൊരു തേനിൻ്റെ മധുരം പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും പഴം ചവക്കുമ്പോൾ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. പിന്നെ ഈ ബാറ്റർ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ളൊരു ബാറ്ററാണ്. പിന്നെ കാണാനാണെങ്കിൽ അടിപൊളി സൂപ്പർ കളറുമാണ്. അപ്പോൾ കാണുന്ന ഭംഗിയും കഴിക്കുന്ന ടേസ്റ്റും എല്ലാം ഡിഫറെൻ്റാണ്. എന്നാൽ നമ്മളെപ്പോഴും കഴിക്കുന്ന പഴംപൊരിയുടെ ആ സ്വാദ് നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ടെക്സ്ചർ ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും കാണാനാണെങ്കിലും. അപ്പോൾ മലയാളികളുടെ സൂപ്പർ ടേസ്റ്റി സ്നാക്കായിട്ടുള്ള പഴംപൊരിക്ക് ഈ പഴംപൊരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ, മറന്നു പോകുമല്ലെങ്കിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞാൻ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വ്ലോഗായിട്ടും കുക്കിംഗ് ആയിട്ടും എല്ലാ തരത്തിലും. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇനിയൊരു തകർപ്പൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.